തിരികെ മുറികളിലേക്ക് പോകാൻ കോണിപ്പടികൾ കയറുമ്പോൾ നന്ദൻ്റെ ഹൃദയം വല്ലാത്തൊരു താളത്തിൽ പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. ഓരോ ചുവടിലും അതുവരെ ഇല്ലാത്തൊരു ഭയം തൻ്റെ ശരീരത്തിലേക്ക് ഇരച്ചു കയറുന്നത് അവൻ തിരിച്ചറിഞ്ഞു. ആകെ ഒരു വീർപ്പുമുട്ടൽ. മനസ്സിൽ എന്തൊക്കെയോ ദുർചിന്തകൾ ഉണർന്ന് തുടങ്ങിയിരുന്നു. പുറത്തേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ താനിപ്പോൾ ശ്വാസം മുട്ടി ചാകുമെന്ന് തോന്നി നന്ദന്. പോയില്ലെങ്കിൽ പെട്ടെന്ന് മുറിയിലേക്ക് പോകാതെ നന്ദൻ തിരികെ നടന്ന് തറവാട്ടിൽ എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും വിശാഖനെ കണ്ടില്ല. തനിച്ച് പുറത്തേക്ക് പോകാമെന്ന് വെച്ചാൽ വഴികൾ അറിയുന്നുമില്ല. നന്ദൻ എന്ത് വേണമെന്നറിയാതെ വിശാഖൻ്റെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. അമ്മായിയോട് ചോദിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് വിശാഖൻ അവൻ്റെ ചങ്ങാതിയെ കാണാൻ പോയിരിക്കുകയാണെന്ന്. തനിച്ചു പോയ